+2 ഓണപരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചാപ്റ്റേഴ്സാണ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ജൂ പോഡ്സ് യു ആൻഡ് നാഫി. എടാ, ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് തവണ ഓണം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 3 റീസൺസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ കൾച്ചർ. അല്ലെ, ഹാരപ്പൻ സംസ്കാരത്തെ തകർച്ചയുടെ ഏതെങ്കിലും 3 കാരണങ്ങൾ ഇതാ. 3 കാരണങ്ങൾ ഇതാണെങ്കിൽ നിങ്ങൾ 3 എഴുതിയ ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചിലപ്പോൾ 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അധികം എഴുതാനുണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്നാമത് ഇതിന്റെ കാരണം ഏതാടാ, ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥ മാറ്റമാണ്. ഈ കാലാവസ്ഥ മാറ്റത്തിൽ എന്തൊക്കെ വരും, ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, അല്ലെ, മഴയുടെ ലഭ്യത കുറഞ്ഞത്, അതേപോലെ തന്നെ ലൂട്ടനിങ് ഓഫ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ, അല്ലേ, അതായത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞത് ഒക്കെ എന്തിൽ പെടും, ഇതിൽ പെടും. രണ്ടാമത് എന്താണ്, ഡീഫോറസ്റ്റേഷൻ ആണ്. എന്താ ഡീഫോറസ്റ്റേഷൻ വരാനുള്ള കാരണം, ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ പെട്ട ആളുകൾ എന്ത് ചെയ്യാണ്, ഇഷ്ടികക്കായിട്ട് ധാരാളമായിട്ട് മരങ്ങൾ മുറിച്ചു. അത് മറ്റൊരു റീസൺ ആണ് കേട്ടോ. അടുത്ത റീസൺ ആണ് എന്ത്, റിവർ ഇൻഡസിൽ ഉണ്ടായിട്ടുള്ള എക്സസീവ് ഫ്ലഡ്സിലെ അമിതമായ പ്രളയങ്ങൾ, ഇതൊരു റീസൺ ആണ്. അടുത്ത ഏതാണ്, ആര്യൻ ഇൻവേഷൻ. അല്ലെ, ഈ ആര്യൻ ഇൻവേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകർത്തെന്ന് പറഞ്ഞത് ആരാ, മോർട്ടിമർ വീലറിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ആണ്. അപ്പോൾ ആര്യൻ ഇൻവേഷൻ എന്ത് ചെയ്യണം നിങ്ങൾ, ഇതിനൊരു റീസൺ ആയിട്ട് എഴുതണം. പിന്നെ ഇതിന് പുറമെ എർത്ത് ക്വേക്ക്, ഫെമീൻ, എപ്പിഡമിക്സ്, ഈ റീസൺസ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഒരുപാട് തവണ ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റൻ ആണ് ഇത്, ഹാരപ്പൻ സൊസൈറ്റി ആഡ് കോണ്ടാക്ട് വിത്ത് ഫോറിൻ കൾച്ചർ ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. ഹാരപ്പൻ സമൂഹത്തിന് വിദേശ സംസ്കാരങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു, ഈ പ്രസ്താവന സാധൂകരിക്കാൻ 4 മാർക്കിന് 5 മാർക്കിനൊക്കെ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്താണ്, ഫോറിൻ കൺട്രീസ്, അതായത് അന്നത്തെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന് ഒമാന്, ബഹ്റൈന്, പേർഷ്യ, ഈ സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് എന്തുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. ഒമാനിൽ നിന്നുള്ള കോപ്പറിന്റെ ജാറ്, ചെമ്പിൻ്റെ പാത്രം വരെ എവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് മാത്രമല്ല, ഈ മെസപ്പൊട്ടോമിയൻ ടെക്സ്റ്റിൽ എന്താണ്, മെലൂഹ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മെലൂഹ ഏതാണ്, ശരിക്കും നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. പിന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ കിട്ടിയിട്ടുള്ള പല സീലുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, പല സീലുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, യെസ് എന്താ കാണാൻ പറ്റുന്നത്, ഈ കടലിൻ്റെയും കപ്പലിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതും എന്താണ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നോട്ട് ലഭിക്കാനായിട്ടും ബാക്കി അപ്ഡേറ്റ്സിനൊക്കെ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല, മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്ത്, പോയിന്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സീൽസ്. ഹാരപ്പൻ മുദ്രകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒരു 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് പഠിച്ചു വെക്കണം. എന്താണ്, ഹാരപ്പക്കാർ ഈ സീൽസ് ഉണ്ടാക്കിയത് എന്താണ്, സ്റ്റെറ്റേറ്റ് അഥവാ വെണ്ണക്കല്ല് എന്ന് പറയുന്ന ഒരു കല്ല് കൊണ്ടാണ് അല്ലേ. ഇവർ എന്തിനാണ് ഈ സീൽ മെയിനായിട്ട് യൂസ് ചെയ്തത്, കോണ്ടാക്ട് അല്ലെങ്കിൽ എന്താണ്, കച്ചവടത്തിനായിട്ടും അതേപോലെ തന്നെ ഒരു സ്ഥലത്തിൻ്റെ ആധാരത്തിന് പകരമായിട്ടൊക്കെ അവർ എന്ത് യൂസ് ചെയ്തിരുന്നു, മുദ്രകൾ യൂസ് ചെയ്തിരുന്നു. അറൗണ്ട് 2000 seals were found out from Harappan civilization. ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് 2000-ഓളം മുദ്രകൾ കണ്ടെടുത്തിട്ടുണ്ട്. എല്ലാ മുദ്രകളിലും ആരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, മൃഗങ്ങൾ അല്ലെങ്കിൽ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഉറപ്പാണ്, മോഹൻജദാരോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം 100% ഉറപ്പാട്ടോ. അപ്പോൾ 8 മാർക്കിന്റെ എസ്സേ അടക്കം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, മോഹൻജദാരോ. അതിൽ അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സമ്പ്രദായത്തെക്കുറിച്ചിട്ടും പിന്നെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, വാസ്തുവിദ്യയെക്കുറിച്ചിട്ടും സിറ്ററൽ ഗ്രേറ്റ് ബാത്ത്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്കറിയാം മോഹൻജദാരോക്ക് 2 ഭാഗങ്ങളുണ്ട്, സിറ്റഡൽ ആൻഡ് എന്താണ് ലോവർ ടൗൺ അല്ലേ. എന്താണ് 2 ഭാഗങ്ങളുണ്ടായിരുന്നു, സിറ്റഡൽ അഥവാ ലോവർ ടൗൺ. സിറ്റഡൽ എന്ന് പറഞ്ഞാൽ എന്താ, വെസ്റ്റ് സൈഡിലുള്ള ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സിറ്റഡൽ അല്ലേ. പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയൊരു മതിലുകളെ സംരക്ഷിച്ച ഭാഗമായിരുന്നത് കോട്ട എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാകും, ഗ്രാനറി, അതേപോലെ ഗ്രേറ്റ് ബാത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനുള്ളിലായിരുന്നു, സിറ്ററിൽ അഥവാ കോട്ടയ്ക്കുള്ളിലായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗമാണ് ഇത് ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം എന്ന് പറയുന്നത്. അവിടെയാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ എന്തുണ്ടായിരുന്നത്, ആളുകളുടെ റെസിഡൻഷ്യൽ ഏരിയ, താമസ സ്ഥലം ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, എക്സാമിന് എന്തെങ്കിലും ചോദിക്കും. പിന്നെ ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അവരുടെ അഴുക്കുചാൽ സമ്പ്രദായത്തെക്കുറിച്ചൊരു സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. ഈ ഓരോ ഡ്രെയിനേജിനെയും എന്ത് ചെയ്യാണ്, അത് റോഡിൻ്റെ 2 വശത്തും ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ഈ ഡ്രെയിനേജിനെ വീട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് വേസ്റ്റ് വാട്ടർ പോകാനുള്ള സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഗ്രാനറി ശ്രദ്ധിക്കണം, എന്താണ് കലവറ. ഈ ഒരു കലവറ എന്ന് പറഞ്ഞ ബിൽഡിംഗ് എവിടെ ഉണ്ടായിരുന്നത്, ഈ ഹാരപ്പൻ സിവിലൈസേഷനിലെ സിറ്ററിലാണ്. അപ്പോൾ ഗ്രാനറിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര, ഇതിന് പ്രത്യേകം ഓർത്ത് വെക്കണം, എക്സാമിന് എന്ത് ചെയ്യും,
ചോദിക്കും കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലൈവിലേക്ക് എന്ത് ചെയ്യുക, സെറ്റ് ആക്കിയിട്ട് വരാം. പിന്നെ ഒരുപാട് തവണ ഓണം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ഹാരപ്പൻ ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ് ഫോർ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. കരകൗശല ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാൻ ഹാരപ്പക്കാർ സ്വീകരിച്ച തന്ത്രങ്ങൾ വിശദീകരിക്കുക. എന്തൊക്കെയാണ് അവർക്കറിയാം? അവർ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു ആര്, ഹാരപ്പക്കാർ എന്ന് പറയുന്നത്. സ്റ്റെറ്റൈറ്റ്, ക്രിസ്റ്റൽ, കോഡ്സ്, ജാസ്പർ, കോപ്പർ, അതേപോലെ ഗോൾഡ്, സ്വർണം, ടെറാക്കോട്ട, കത്തിച്ച കളിമണ്ണ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് നിർമ്മിച്ചിരുന്നു, ക്രാഫ്റ്റുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, വ്യത്യസ്ത രീതിയിലുള്ള മെത്തേഡൊക്കെ കൂട്ടിച്ചേർത്ത് 2-3 സാധനങ്ങൾ കൂട്ടിച്ചേർത്തോ അതിനോട് മുത്തുകൾ പിടിപ്പിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഹാരപ്പക്കാർ സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ചാൻഹുദാരോ, ലോത്തൽ ഇവിടെയായിരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ഈ ഒരു കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ് എന്ത്, വാട്ട് ഡു യു മീൻ ബൈ മഹാജനപദ, എക്സാമിൻ മഗധ, ഹൗ മഗധ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ മഹാജനപദ. മഹാജനപദവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാത്തൊരു ഓണം എക്സാം ഇല്ല കേട്ടോ. അപ്പോൾ എന്താണ് മഹാജനപദം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്തിൽ, അതായത് അന്നത്തെ കാലത്ത് BC 6th സെഞ്ച്വറിയിൽ 16 ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അവയെ വിളിക്കുന്ന പേരാണെന്ത്, മഹാജനപദ. ഓരോ മഹാജനപദത്തിനും എന്തുണ്ടായിരുന്നു, ക്യാപിറ്റൽ സിറ്റി ഉണ്ടായിരുന്നു, അത് റൂൾ ചെയ്യാൻ റൂളേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ ബ്യൂറോക്രാറ്റ്സും ആർമിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മഹാജനപദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദമായിരുന്നു ഇത് മഗധ എന്ന് പറഞ്ഞാൽ. മഗധ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാജനപദമായിട്ട് മാറാനുള്ള കാരണം എന്താണ്? ഒന്നാമത് എന്താ, മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വേർ അഗ്രികൾച്ചർ വാസ് വെരി പ്രൊഡക്റ്റീവ് അല്ലേ. മഗധ എന്താണ്, ഫെർട്ടൈൽ അഥവാ ഫലഭൂയിഷ്ടവും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമിയുമുള്ളൊരു സ്ഥലമായിരുന്നു ഇത് മഗധ എന്ന് പറഞ്ഞാൽ. അത് മാത്രം ഇവിടെ എന്തുണ്ടായിരുന്നു, അയേൺ മൈൻസിൽ. അതുകൊണ്ട് തന്നെ ആ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് കൃഷി ചെയ്യാനും അതേപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കി യുദ്ധം ചെയ്യാനൊക്കെ അവരെ സഹായിച്ചിരുന്നു. പിന്നെ മഗധൻ ആർമിയിൽ എന്തുണ്ടായിരുന്നു, എലഫൻസ് അഥവാ ആനകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരാളികളെ തോൽപ്പിക്കാൻ ഇവർ കുറെ കൂടി ഒരു ശക്തി കിട്ടിയെന്നർത്ഥം. അടുത്തെന്താണ്, മഗധ റൂൾ ചെയ്തിരുന്ന ബിംബിസാരെയും അജാതശത്രുവിനെയും മഹാപത്മനന്ദയും പോലെയുള്ള റൂളേഴ്സ് എന്താണ്, അടിപൊളിയായിരുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ ആണല്ലോ. പിന്നെ അത് മാത്രമല്ല, മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റലായിട്ടുള്ള രാജഗിറായാലും രണ്ടാമത്തെ ക്യാപിറ്റലായിട്ടുള്ള പാടലിപുത്രയായാലും രണ്ടും എന്തായിരുന്നു, ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലായിരുന്നു. ഈ റീസൺ കൊണ്ടാണ് മഗധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപദമായിട്ട് മാറിയത്. അടുത്ത ഏതാണ്, സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ കുഷാന റൂളേഴ്സ് ടു ക്ലെയിം സോഷ്യൽ സ്റ്റാറ്റസിലെ സാമൂഹിക പദവി അവകാശപ്പെടാൻ കുഷാന ഭരണാധികാരികൾ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയെന്നൊരു 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, അന്ന് എന്താണ്, കുഷാനന്മാരും പടിഞ്ഞാറേ ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകളായിരുന്നു ആര്, കുഷാനന്മാരെന്ന് പറയുന്നത്. ആ കുഷാനന്മാരെന്താണ്, ദൈവത്തെ പോലെ അവർ ആളുകൾ കാണുന്ന ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവർ ദേവപുത്ര എന്നുള്ളൊരു ടൈറ്റിൽ കേട്ടോ, ദേവപുത്ര എന്നുള്ളൊരു പദവി ആര് അഡോപ്റ്റ് ചെയ്തു, കുഷാനന്മാർ സ്വീകരിച്ചു. അത് മാത്രമല്ല, UP-യിലെ മധുരയിലും പല സ്ഥലങ്ങളിലും അവർ വലിയ വലിയ പ്രതിമകൾ, രാജാക്കന്മാരുടെ വലിയ വലിയ പ്രതിമകൾ എന്ത് ചെയ്തു, അവർ സ്ഥാപിച്ചു. ദേവരോട് പ്രശസ്തിസിലെ പ്രശസ്തി, അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രശസ്തികൾ തയ്യാറാക്കി. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സാമിന് 2 മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നെയിം എനി 2 ലിറ്റററി വർക്ക് വിച്ച് ആർ യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് ടു റീകൺസിഡർ ദി ഹിസ്റ്ററി ഓഫ് മൗര്യൻ എംപയർ അല്ലേ. മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ചരിത്രകാരന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും 2 പുസ്തകത്തിന്റെ പേര് എഴുതാനാണ്. ഒന്ന് മെഗസ്തീനിസിന്റെ ഇന്ത്യക്കാണ്, രണ്ടാമത്തെ ഏതാടാ, കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രമാട്ടോ. 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് എന്താണ് മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. എക്സാമിന് പഠിച്ചു വെക്കണം. മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടും അശോകനെ കുറിച്ചിട്ടും നിർബന്ധമായിട്ട് പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ, നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് ഇത് മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ടുള്ള അശോകന്റെ കാലഘട്ടം മുതലാണ് എന്ത് ചെയ്തത്, മൗര്യ ഡൈനാസ്റ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമ്രാജ്യമായിട്ട് വളർന്ന് വന്നത്. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആൻഡ് ശക്തമായിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു ഇത് മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പം ഈ മൗര്യ ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂളറായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ടായിരുന്നു, ചാണക്യൻ ഉണ്ടായിരുന്നു. ആരുടെ, മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ അല്ലേ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രി ആയിരുന്ന ചാണക്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് വലിയ രീതിയിൽ മൗര്യ സാമ്രാജ്യം വളർന്നത്. മൗര്യ സാമ്രാജ്യത്തിൽ 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്, തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി ആൻഡ് ദ ക്യാപിറ്റൽ പാടലിപുത്ര, തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രയും. അതുമാത്രം ഇവർക്ക് വലിയൊരു ആർമി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ആർമിയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നാണ് കിങ് അഥവാ രാജാവാണ്. രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ മന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നല്ലൊരു എസ്പിയോനേജ്, നല്ലൊരു ചാര സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ അവിടെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രയുടെ കാര്യം നോക്കാൻ എന്തുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ
30 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ എന്താണ് 6 കമ്മിറ്റി ആയിരുന്നു. പാഠ്യപുസ്തകത്തിൻ്റെ കാര്യം നോക്കാൻ 5 മെമ്പേഴ്സുള്ള 6 കമ്മിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കമ്മിറ്റിക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഫസ്റ്റ് കമ്മിറ്റി എന്താ ചെയ്തത്? അവിടുത്തെ ശുചിത്വ നിലവാരം നോക്കി. രണ്ടാമത്തെ കമ്മിറ്റി എന്ത് ചെയ്യാണ്? വിദേശികളെ ശ്രദ്ധിച്ചു. മൂന്നാമത്തെ കമ്മിറ്റി എന്താടാ? ജനിക്കുന്നവരെയും മരിക്കുന്നവരെയും കണക്കുകൾ എഴുതി. നാലാമത്തെ കമ്മിറ്റി എന്താടാ? വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അളവും തൂക്കവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. അഞ്ചാമത്തെ ഏതാടാ? ഇൻസ്പെക്ടർ മാനുഫാക്ചർ ഗുഡ്സ് അല്ലേ, ഈ സാധനങ്ങളെ ക്വാളിറ്റി ചെക്ക് ചെയ്തു. ആറാമത്തത് ടാക്സ് കളക്ട് ചെയ്യുക. ഇങ്ങനെ പാടലിപുത്രയുടെ കാര്യം നോക്കാൻ ഒരു 6 കമ്മിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മൗര്യ ഡൈനാസ്റ്റിയുടെ സൈന്യം അല്ലെങ്കിൽ ആർമിയെ കുറിച്ചിട്ടും എക്സാമിന് ചോദിക്കും. അപ്പോൾ ആർമിയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെയും എന്തുണ്ട്? 6 സബ് കമ്മിറ്റീസ് ഉണ്ട്. മാറിപ്പോയത് ആർമിയുടെ കാര്യം നോക്കാനും അതേപോലെ പാടലിപുത്രയുടെ കാര്യം നോക്കാനും എന്തുണ്ടായിരുന്നു? കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓരോ കമ്മിറ്റിയുടെയും ഡ്യൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. പിന്നെ അശോകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അശോകൻ്റെ ആഫ്റ്റർ ദി വാർ ഓഫ് കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അശോകൻ എന്ത് ചെയ്തത്? പുതിയൊരാശയം കൊണ്ടുവന്നു. ധമ്മ എന്ന് പറഞ്ഞ ആശയമല്ലേ, ബുദ്ധമതം സ്വീകരിച്ചിട്ട് അശോകൻ എന്ത് ചെയ്യാണ്? പുതിയൊരാശയം കൊണ്ടുവന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ 2 ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ബാക്കി ചാപ്റ്റേഴ്സിനൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഞാൻ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവിൽ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ലൈവിലേക്ക് വരിക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.